ഡൽഹിയിൽ ശ്വസിക്കാൻ ശുദ്ധവായുവില്ല. ശരാശരി വായു ഗുണനിലവാരം 334ലേക്ക് കൂപ്പുകുത്തി. രാജ്യതലസ്ഥാന മേഖലയിൽ ആകെ 20 ഇടങ്ങൾ റെഡ് സോണിലാണ്. ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വായുവിന്റെ ഗുണനിലവാരം വീണ്ടും വഷളാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്നും നാളെയും ഡൽഹിയെ സംബന്ധിച്ച് പരീക്ഷണ ദിവസങ്ങളാണ്. ദീപാവലി ആഘോഷങ്ങൾ നടക്കുന്നു, ആളുകൾ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഹരിത പടക്കങ്ങൾ പൊട്ടിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. രാവിലെ 1 മണിക്കൂർ നേരം, രാത്രി 8 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂർ നേരം. പക്ഷേ ഈ നിർദ്ദേശങ്ങളും അനുമതിയുമെല്ലാം മറികടന്ന് ആളുകൾ പടക്കം ഒരുപാട് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഡൽഹിയിൽ വായു ഗുണനിലവാര തോത് വലിയ തോതിൽ കൂപ്പുകുത്തിയിരിക്കുന്നു. दीपावली के बाद या दशहरा के बाद तो पॉल्यूशन मतलब होता ही होता है, बढ़ जाता है. ये तो हर साल होता है पॉल्यूशन. अब सरकार, दिल्ली सरकार भी चुनौती कर रही थी, ये भी सरकार यही चुनौती कर रही है. अब देखो क्या होता है. ഡൽഹിയിൽ ഇന്ന് രാവിലെ ശരാശരി വായു ഗുണനിലവാര തോത് 334 ഞാനീ നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ് പരിസരത്ത് 330 മേലെയാണ്. 20 ഇടങ്ങളിലാണ് റെഡ് സോണിലുള്ളത്. അതിൽ തന്നെ ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഈ വ്യാവസായിക കേന്ദ്രങ്ങൾ, ഇൻഡസ്ട്രിയൽ ഏരിയകൾ കൂടുതലുള്ള ആനന്ദ് വിഹാർ, ഭവാന, വാസിർപൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ 400 മുകളിലാണ്. 411, 403, 408 എന്നിങ്ങനെയൊക്കെയാണ് കണക്കുകൾ. दिवाली के सीज़न है तो लोगों से मैं ये कहना चाहता हूँ, मैं अपना हिंदुस्तान के लोगों से, कि पटाखे पे कम ध्यान दें, क्योंकि पटाखे जो है वो सेहत के ख़राब करती है ना. तो इस पे पटाखे पे बैन होना चाहिए. सबके लिए करें, मिठाई खाइए खूब बढ़िया, आप गले मिलिए, पूजा कीजिए. इसके लिए मैं ये समर्थन नहीं करता हूँ पटाखे के बारे में. നഗരത്തിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാബ് 2 പ്രകാരമുള്ള നിയന്ത്രണങ്ങളാണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഭേദമാണ്. അതിന് പ്രധാന കാരണമായി കരുതപ്പെടുന്നത് പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ വലിയ തോതിൽ പാടങ്ങൾക്ക് തീയിടുന്നത് കുറഞ്ഞിട്ടുണ്ട്. സർക്കാർ പടക്കങ്ങൾ പൊട്ടിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. അതും മറികടന്ന് പൊട്ടിക്കുന്നതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ ഡൽഹി നിവാസികൾ ഓരോ ഇടത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂർ ഡൽഹിയെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകവുമാണ്. ഡൽഹിയിൽ നിന്നും ജഗദീഷ് കൃഷ്ണൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.